അപ്പൊ വഴക്ക് പറഞ്ഞാ കുഞ്ഞിപ്പണ്ണിന് വഴക്ക് പറഞ്ഞാ സർക്കാർ നമുക്ക് പൊതു ആവശ്യമല്ലേ, പൊതുജനത്തിന്റെ ആവശ്യമല്ലേ. സ്കൂളിന്റെ മതിലുകൾ ഇടിക്കുകയും ചെയ്യാം, വയല് നികത്തുകയും ചെയ്യാം. അതേസമയത്ത് പാവപ്പെട്ടവന് ഒരു 10 സെന്റ് സ്ഥലം നികത്തി വീട് വയ്ക്കണം. 10 സെന്റ് സ്ഥലം നികത്താം. 10 സെന്റ് സ്ഥലം നികത്താം. ബസ് സ്റ്റാൻഡിൽ വേറെ സ്ഥലമുണ്ടല്ലോ. അല്ലല്ല, പാവപ്പെട്ടവന് 10 സെന്റ് നികത്താം. അതിന് മെളുപ്പെട്ട് നികത്താൻ പോലെ അല്ലേ, അനധികൃതമായിട്ടായിരുന്നു. അങ്ങനെ നിയമമുണ്ട്. അപ്പോൾ ജീവിതകാംക്ഷികളായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിപ്പോൾ പാറശാല എത്തിയിട്ടുണ്ട്. പാറശാല വന്നിരിക്കുകയാണ്. പാറശാലയുടെ സ്ഥിരാകേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. ഇതാണ് പാറശാലയുടെ സ്ഥിരാകേന്ദ്രം. മണി 9 മണിയായി. പാറശാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തരിശുരഹിത ഭൂമിയാണെന്നാണ് പറയുന്നത് ഇവിടെ പാറശാല. പിന്നെ പാറശാല മഹാദേവ ക്ഷേത്രമാണ് ഇവിടുത്തെ ഫേമസ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും പാറശാലയുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഇതാണ്. പ്രാദേശിക വികസന ഫണ്ട് AT ജോർജ് MLA. അപ്പോൾ ഇതാണ് നിലവിലുള്ള ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഇതാണ്. ഇവിടെ നമുക്ക് പാറശാലയ്ക്ക് ഗാരേജുകളോ അങ്ങനെയൊന്നുമില്ല. KSRTCക്ക് ഗാരേജുകളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആകെയുള്ള ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നതാണ്. വണ്ടി ഇവിടെ വന്ന് തിരിഞ്ഞു പോകും. അങ്ങനെയാണ് ഇവിടുത്തെ പതിവ് രീതികൾ അങ്ങനെയാണ്. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ മാറ്റം വരുമായിരിക്കും. ഹൈവേ വികസനമൊക്കെ വരികയല്ലേ, കരമന കളിക്കായുള്ള ഹൈവേ വികസനമൊക്കെ വരുമ്പോൾ ഇവിടെ പാറശാലയ്ക്ക് പ്രത്യേക ഒരു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തൊട്ടടുത്ത് തന്നെ കളിക്കായുള്ള വലിയൊരു ബസ് സ്റ്റാൻഡുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് തിരിഞ്ഞു പോകുന്ന ഇവിടെയൊന്നും ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ മിക്കവാറും ഒക്കെ ഹൈവേ വികസനമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് വന്നാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അത്രയ്ക്കും തിരക്കായ ടൗണായിട്ടുള്ളൊരു ഏരിയയാണ്. മാത്രമല്ല ഇത് പാറശാല പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് പാറശാലയും നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും എല്ലാം കൂടെ ചേർത്ത് നെടുമങ്ങാടും ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പുതിയൊരു ജില്ല വേണമെന്നും പറഞ്ഞ് നിവേദനങ്ങളും അങ്ങനെ ഇവിടെ ചർച്ചയും കാര്യങ്ങളും നിവേദനങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഡൈവേർഷനൊക്കെ ഉണ്ടായേക്കും. ഇപ്പോൾ നമ്മൾ വെള്ളടയ്ക്ക് പോകുന്ന ആ ഒരു റൂട്ടാണിത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവിടെ പഞ്ചായത്തും കാര്യാലയങ്ങളെല്ലാം ഉള്ളത്. അപ്പം പാറശാല എന്ന് പറയുന്നത് അവിടുത്തെ മഹാദേവ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് പാറശാല എന്ന് പറയുന്ന ഇത് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പാറ ഉണ്ടായിരുന്നെന്നും അവിടെ ഒരു പറയശ്രീ അവിടെ ഇങ്ങനെ വെട്ടുകത്തി വെച്ച് കൊത്തുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ രക്തം വന്നെന്നും അങ്ങനെയാണ് അവിടെ ക്ഷേത്രം ഉണ്ടായെന്നൊക്കെയാണ് ഐതിഹ്യമായിട്ട് പറയുന്നത്. അതിൻ്റെ പൂർണ്ണ തോതിലുള്ള ഐതിഹ്യം എന്ന് അറിഞ്ഞുകൂടെ, ഇങ്ങനെയൊക്കെ നമുക്കറിയാമെന്ന്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് തരിശുരഹിത പഞ്ചായത്താണിത്. അപ്പോൾ ഒരു ലേശം പോലെ തരിശ് ഇടാതെ ഉള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ നമുക്ക് പറ്റിയാൽ തരിശുരഹിത ഭൂമികളൊക്കെ കാണാൻ പറ്റുമെങ്കിൽ കാണണം. അതുകൂടാതെ ഇതാണ് നമ്മുടെ അതിൻ്റെ പാറശാലയുടെ ജംഗ്ഷൻ എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഒരുപാട് വികസനങ്ങളൊക്കെ ഇവിടെ വരാണ്ട്. അപ്പം നമുക്ക് നല്ലൊരു ബസ് സ്റ്റാൻഡും ഒക്കെ വന്നു കഴിഞ്ഞാൽ, പാറശാലയ്ക്ക് നല്ലൊരു ബസ് സ്റ്റാൻഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ വികസനങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് അടുത്ത് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് നേരെ കാണുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ CPIയുടെ മണ്ഡല സമ്മേളനം ഇവിടെ എന്തോ നടക്കുകയാണ്. 3, 4, 5 തീയതികളിലൊക്കെ ഇവിടെ മണ്ഡല സമ്മേളനമൊക്കെ നടക്കുകയാണ്. പിന്നെ ഇവിടെ പാറശാല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇന്നലെ തുടങ്ങിയെന്ന് പറയുന്നു. ഇവിടെ 2 നാളായി. അപ്പോൾ നമുക്ക് പാറശാല മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഇടയിലൊക്കെ പോകാം. ഇതാണ് അതിൻ്റെ ജംഗ്ഷൻ, പാറശാല ജംഗ്ഷൻ എന്ന് പറയുന്ന ഇതാണ്. നേരെ ഒരു ടവറുണ്ട്. ഇത് വടക്കുന്നുള്ള ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വലത്തോട്ട് തിരിയുന്നതാണ് മഹാദേവ ക്ഷേത്രം. നമുക്ക് അങ്ങോട്ട് പോകാം. ഏതായാലും രാവിലെ 2 ദോശ കഴിച്ച് അതിൻ്റെ പവറിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കേതൊരു മഹാദേവ ക്ഷേത്രത്തിൽ പോയി ആ ക്ഷേത്രവും പരിസരമൊക്കെ ഒന്ന് കണ്ട് വീക്ഷിച്ച് വരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചായത്തും പരിസരവും ഒക്കെ നമുക്ക് വീക്ഷിക്കാം. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് തുടങ്ങിയപ്പോൾ പഴയതെല്ലാം വിട്ട് എല്ലാം പറഞ്ഞു തരും പുതിയതായിട്ട്. ഇത് 2, 3 എന്തൊക്കെ ആയി. അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് പോണത്. നമ്മളിപ്പോൾ കളിക്കാവുള്ള കളിക്കാവുള്ള റോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ
നമ്മൾ പൂവാറിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് നമ്മൾ നേരെ കളയിക്കുള്ള റോഡിൽ ഇവിടെ ഒന്ന് വലത്തോട്ട് കണ്ടത് ആ ബസ് വരുന്നിടത്തുനിന്ന് വലത്തോട്ട് തിരിയുന്നിടത്താണ് ഈ മഹാദേവ ക്ഷേത്രമുള്ളത്. കണ്ടത് ആ ബസ് വരുന്ന അവിടെ നിന്നാണ്. കണ്ട ഒരു കാറ് വരുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. വലത്തോട്ട് തിരിഞ്ഞ് പോകാം. രാവിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലേ, രാവിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ. നോക്കിയെടുക്കാം, വണ്ടി നോക്കിയെടുക്കാം. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോവാം. എന്തോ ആവുമെന്ന് അറിയത്തില്ല. നേരെ പോകുന്നതാണ്. ഇവിടെ നേരെ പോകുന്നതാണ്. ഇത് നമ്മളിപ്പോൾ കിഴക്കേ നടയാണ്. പടിഞ്ഞാറ നടയിൽ ഇപ്പോൾ എന്തോ പൂജയും കാര്യങ്ങളും എന്തോ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അനൗൺസ്മെൻറ്റ് കേട്ട് CPIയുടെ മണ്ഡല സമ്മേളനം നടക്കുന്ന പാറശാല. ഇതാണ് പാറശാല മഹാദേവ ക്ഷേത്രം. ഇവിടെയും നല്ലൊരു അടിപൊളി ആലുണ്ട് കേട്ടോ. നേരെ കയറുന്നതാണ് പാറശാല മഹാദേവ ക്ഷേത്രം. നല്ല ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് ആലെല്ലാം വന്ന് നല്ല തണൽ ഒക്കെ തരുന്ന രീതിയിലാണ്. റൈറ്റ് സൈഡിലെ ഓഡിറ്റോറിയം എല്ലാം കാണാം. പൂജാദ്രവ്യങ്ങൾ, എണ്ണ, നെയ്യ്. ഇപ്പൊ പടിഞ്ഞാറ് നടയിൽ ഇപ്പൊ എന്താണ് പൂജ? എത്ര മണിക്കത്? അപ്പൊ അത് പോകേണ്ടത് തിരുവനന്തപുരം. അതെ അതെ, ടോക്കോമൻ. പാറശാല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വലത്തോട്ട് തിരിഞ്ഞത് നമുക്ക് പോവാം. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ വലത് സൈഡിലൊരു കുളമുണ്ട്. പക്ഷേ ഇത് ഗേറ്റെല്ലാം ഇട്ട് പൂട്ടിയിരിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് കണ്ടുകൂടാ. എങ്കിലും നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു കുളം കാണാം. ഇവിടുന്ന് നമ്മൾ നേരെ പാറശാല മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ നമ്മൾ അറിയണ്ടേ. ഒരു കാര്യത്തിന് വന്നാൽ നമ്മൾ ചുറ്റുപാടൊക്കെ അന്വേഷിച്ചിട്ടല്ലേ പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പാറശാലയുടെ ചുറ്റുപാടുകളൊക്കെ നമുക്ക് അന്വേഷിക്കും. ലോട്ടറി കച്ചവടക്കാരൻ വരെ രാവിലെ സജീവമായിട്ടുണ്ട്. പിന്നെ ഇവിടെ അരിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പൊതുവിതരണ കേന്ദ്രമൊക്കെ ഇതിനാണ് സമീപ പ്രദേശത്ത് തന്നെ ഉണ്ട്. കണ്ട, പൊതുവിതരണ കേന്ദ്രമൊക്കെ ഉണ്ട്. ഓയിൽ കടയുണ്ട്. എല്ലാ പ്രസ്ഥാനവും ഇവിടെ ഉണ്ട് കേട്ടോ. മഹാദേവ ക്ഷേത്രം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കുളം വൃത്തിയായിട്ട് കാണാം. മീനെന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല. ക്ഷേത്രക്കുളം ആലും എല്ലാമായിട്ട് നമുക്ക് കാണാം. ഇത് ടോക്കോമൻ ചാനൽ, യൂട്യൂബ് ചാനൽ. നമ്മളിവിടെ ഉത്സവം എന്ന് അറിഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. ഇതിപ്പോൾ രണ്ടാം ഉത്സവമാണ്. ഇവിടെ കടയല്ല. ശരി ശരി. പേരഞ്ഞ ആണല്ലേ. ക്ഷേത്രത്തിനകത്തതെല്ലാം എടുക്കട്ടെ. ശരി. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ അപ്പോൾ ഉപദേശക സമിതി ഒരംഗത്തെ നമുക്ക് കണ്ടുകിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആലുണ്ട് കേട്ടോ. ആളുണ്ട്. അപ്പോൾ നമ്മൾ പടിഞ്ഞാറ് നടയിലേക്ക് നടന്നു പോവുകയാണ്. കൂട്ടെടുത്തില്ല. രാവിലെ പോകുന്ന ദോശ കഴിച്ചതിൻ്റെ എനർജിയൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എനർജി പാറശാല മഹാദേവ ക്ഷേത്രത്തിലെ പൂജയോടുകൂടി നമ്മൾ എനർജി ആകുമെന്ന് തോന്നുന്നു. നമുക്കതല്ല
ക്ഷേത്രനടയിലേക്ക് എത്താം എത്രയും പെട്ടെന്ന്. അപ്പോൾ ഇതാണ് പടിഞ്ഞാറ് നട, പാറശാല പടിഞ്ഞാറ് നട. ഇതാണ് ഇതാണപ്പം പടിഞ്ഞാറ് നട എന്ന് പറയുന്നത്. ഇതാണ് മറ്റൊരു ദേവസ്ഥാനത്ത് കാണുവാൻ സാധ്യമല്ല. ഇന്ത്യയും കാര്യങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങുന്നു. കാളിമല വരാം, എല്ലായിടത്തും വരുന്നുണ്ട്. 6 മുതൽ 12 വരെ 1,00,000 പേര് പൊങ്കാല പങ്കെടുക്കും. നമ്മുടെ ദക്ഷിണ ഭാരത തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞാൽ എല്ലാ പൗർണമിക്കും ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര, നമ്മുടെ ഈ പോണ്ടിച്ചേരി അവിടുന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഇത് കാളിമല തീർത്ഥാടനത്തിന്റെ ബസ്സാണ്. മെയ് 6 മുതൽ 12 വരെ വെള്ളയുടെ കുരിശുമല തീർത്ഥാടന കേന്ദ്രം. അതുപോലെ തന്നെ ഫേമസ് ആയ ഒരു ഇതാണ്, ക്ഷേത്രമാണത് കാളിമല. അത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. ഈ കാളിമല തീർത്ഥാടന കേന്ദ്രവും കുരിശുമല അടുത്തടുത്ത് തന്നെ. രണ്ടും നമുക്ക് അവിടെ അടുത്ത മലയിലൊക്കെ നിന്ന, കൂനിച്ച മലയിലൊക്കെ നിന്ന കാണാൻ പറ്റും. അപ്പൊ അതിന്റെ അവരുടെ പരസ്യമായിട്ട് അവർ ഇറങ്ങിയതാണ്. തിരുവനന്തപുരം ജില്ല മുഴുവൻ ഇങ്ങനെ കറങ്ങി അവർ നടക്കും. അപ്പൊ അങ്ങനെ പാറശാല മഹാദേവ ക്ഷേത്രത്തിലേക്ക് അവർ വന്നതാണ്. അപ്പൊ അതിന്റെ മെയിനായിട്ടുള്ള ആളാണ് ഈ കാണുന്നത്. ഇദ്ദേഹമാണ് അതിന്റെ മെയിൻ ആള്. അപ്പൊ നമുക്ക് കാളിമലയിലൊക്കെ പോകണം. ഈ സീസണിൽ പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് കാളിമലയിൽ പോയി ഇവരെല്ലാം കാണണം. മെയ് 12-നാണ് ആയിരക്കണക്കിന് അമ്മമാര് പൊങ്കാല അർപ്പിക്കുന്ന സ്ഥലമാണ് കേട്ടോ. 1600 അടി ഉയരത്തിലാണ് ഹിമാലയം. അവിടെ മഞ്ഞുമലകളൊക്കെ ഒന്നിങ്ങനെ മൂടും. വളരെ പ്രകൃതി രമണീയമാണ്. ഉദയവും അസ്തമയം എല്ലാം നമുക്ക് ദർശിക്കാൻ സാധിക്കും. എല്ലാവരെയും ആദരപൂർവ്വം കാളിമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ പൂജയും കാര്യങ്ങളും എന്താണെന്ന് ഇനി നോക്കാം. ചെരുപ്പ് അവിടെ ഇട്ടാൽ മതിയല്ലോ അല്ലേ? ചെരുപ്പ് അവിടെ ഊരിയാൽ മതിയല്ലേ? അപ്പൊ നമുക്കിവിടെ ചെരുപ്പൊക്കെ ഒന്ന് ഊരി ഇട്ടിട്ട് ഇവിടെ പൂജ നടക്കുന്നതാണ്. അപ്പൊ നമുക്കിവിടെ ചെരുപ്പെല്ലാം ഊരി ഇട്ടിട്ട് നമുക്ക് അടുത്ത திருவடியை தொழுந்தோம். இம்மண்ணுலகில் கருணையால் மானிடப்பிறவை பெற்றுள்ள பலரும் அவரவர் செய்த வினையின் பயனால் பலவிதமான அல்லல்களில் உழல்கிறார்கள். இந்த அல்லல்கள் நீங்க பொன்னார் திருப்பாதங்களே. ക്ഷേത്ര ഉപദേശ സമിതി ഓഫീസാണ് ഈ കാണുന്നത്. അപ്പൊ ശബ്ദ മുഖരിതമായതുകൊണ്ട് നമ്മുടെ വാചകത്തിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. ശബ്ദം മുഖരിതമാണ്. ക്ഷേത്രത്തിനകത്ത് ക്യാമറയ്ക്ക് പ്രവേശനം കാണില്ല. അപ്പൊ നമുക്ക് ക്ഷേത്രത്തിനകത്തൊന്ന് പോയി നോക്കാം. പടിഞ്ഞാറ് നട കവാടം. നല്ല പൂജാ സോങ് കിടക്കുന്നതുകൊണ്ട് നമ്മുടെ വോയിസിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പൂജാ സാധനങ്ങളൊക്കെ ഇവിടെ എല്ലായിട്ടും ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള പൂജാ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ശിവപുരാണം. അപ്പൊ നമ്മള് പടിഞ്ഞാറ് നടയിൽ നിന്ന് അകത്തേക്ക് കയറുകയാണ്. ഇതെല്ലാം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ഇരിപ്പുണ്ട്. പത്തേമുക്കാൽ ക്ലോക്കിൽ കാണിക്കുന്നത് കാണാമെന്നറിയില്ല. നല്ല രീതിയിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രീതിയിലൊക്കെ അലങ്കരിച്ച് നന്നായിട്ട് പൊടിവലയൊക്കെ പൂജ അലങ്കാരങ്ങളൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. എൻ്റെ സൈഡ് വശങ്ങളിലൊക്കെ നന്നായിട്ട് കുഞ്ഞിപ്പൻ്റെ കരച്ചിലാണല്ല, എന്താണ്?
അപ്പൂപ്പ വഴക്ക് പറഞ്ഞാ? കുഞ്ഞിപ്പണ്ണിന് വഴക്ക് പറഞ്ഞാ? ഹോയ് ഹോയ് പേര് പറ പേര് പറയാറായ? പേര് പറയാറായ? പേര് പറയാറായ? ഇല്ലേ? ഇത് ടോക്കോമൻ ചാനൽ, ബ്ലോഗ് ചാനൽ. വടക്കൻ നാടുകളിൽ ക്ഷേത്രം, തെക്കൻ നാടുകളിൽ കോവിൽ. അപ്പോൾ നമുക്കൊന്ന് കോവിൽ ഒന്ന് വലം വെച്ചിട്ട് വരാം. വലം വയ്ക്കണമൊക്കെ ചെയ്യാം. ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടൊക്കെ കൊങ്ങണിപ്പൂ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. എന്തോ കൊങ്ങണിപ്പൂ എന്നല്ലേ പറഞ്ഞത്? എനിക്ക് കറക്റ്റായിട്ട് പൂവിൻ്റെ ഒന്നും പേര് കറക്റ്റായിട്ട് പറഞ്ഞില്ല കേട്ടോ. ചെണ്ടുമല്ലി വാടാമല്ലിയാണോ എന്തോന്നും അറിയത്തില്ല. അപ്പോൾ നന്നായിട്ട് മനോഹരമാക്കി അലങ്കരിച്ചിട്ടുണ്ട് ക്ഷേത്രം. ഇതാണ് കിഴക്കേ നട. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് ഇവിടെയായിരുന്നു. നമ്മളകത്ത് കയറിയില്ലെന്നേ ഉള്ളു. ഇതാണ് കിഴക്കേ നട. കിഴക്കേ നട പടിഞ്ഞാറ് നടയാണ് മെയിൻ നട. നമ്മൾ കിഴക്കുവശത്തു നിന്ന് ഇവിടെ ഹൈവേ വഴി കയറിയെന്നേ ഉള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് എൻ്റെ പടിഞ്ഞാറ് നടയാണ് മെയിൻ നട എന്നുള്ളത്. അല്ല, വലിയ ക്ഷേത്രമാണ്. മഹാദേവ ക്ഷേത്രം വലിയ ക്ഷേത്രമാണ്. ചുറ്റമ്പലവും കൃഷ്ണശിലയിൽ തന്നെ തീർത്തതാണ്. മഹാശിവക്ഷേത്രം കൃഷ്ണശിലയിൽ തന്നെ തീർത്ത കണ്ട. അപ്പോൾ അതുകൊണ്ട് രാത്രിയാകുമ്പോഴേക്കും കുറച്ചുകൂടെ ഇവിടെ സീരിയൽ ബൾബെല്ലാം ഇട്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ മനോഹരമാണ്. ആര്യവേപ്പുകളും എല്ലാം ഉണ്ട്. ഇവിടുന്ന് നമ്മൾ വീണ്ടും പടിഞ്ഞാറ് നടയിൽ എത്തിയിട്ടുണ്ട്. പഴയകാല ആ കരിങ്കൽ, നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ കാണുന്നില്ല, അതേ രീതിയിലുള്ള കരിങ്കൽ കൊണ്ടാണ് മുകളിലെല്ലാം പാകിയിരിക്കുന്നത്. ഒരു തമിഴ് ശൈലി നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരു തമിഴ് ശൈലി അതിൻ്റെ നിർമ്മാണത്തിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ചുറ്റമ്പലം മാത്രം നമ്മുടെ കേരള തനിമയോടുകൂടി തന്നെയാണ് ചുറ്റമ്പലം നമുക്ക് കേരള തനിമയോടെ ആണെങ്കിലും ബാക്കിയുള്ള കരിങ്കൽ ശിലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു ശൈലി. അപ്പോൾ ഒരു സമ്മിശ്ര ശൈലിയാണ് അല്ലേ. ഇതൊക്കെ നമ്മുടെ കേരള ശൈലിയിലാണ് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം കാണുന്നത്. ഇത് ടോപ്പൊക്കെ ആണെങ്കിൽ തമിഴ്നാടിൻ്റെ കരിങ്കൽ ചീളുകളാണ്, ഓരോരോ കരിങ്കൽ പീസുകളാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഓരോ കരിങ്കൽ പീസുകളുണ്ട്. അല്ല കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ല, സ്വർണ്ണ കൊടിമരമാണ്. സ്വർണ്ണ കൊടിമരത്തിൻ്റെ താഴ്ഭാഗമേ നമുക്കിവിടെ നിന്ന് ദർശിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ പൂജയൊക്കെ ചെയ്ത് ഇതിൻ്റെ കെട്ടെല്ലാം കെട്ടി അതിമനോഹരമാക്കി അത് ചെയ്തിട്ടുണ്ട്. കൊടിമരത്തിൻ്റെ തെക്കേ നടയിൽ നിന്നുള്ള വ്യൂ ഇതാണ്. ഇങ്ങനെയാണ് കൊടിമരത്തിനെ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ മഹാശിവ ക്ഷേത്രത്തിൽ നിന്ന് വീണ്ടും നമ്മൾ തുടങ്ങിയെടുത്തതിനെ വന്ന് ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്, പാറശാല ബസ് സ്റ്റാൻഡ്. ഇതാണ് ഈ കാണുന്ന ചെറിയൊരു വെയിറ്റിംഗ് ഷെഡാണ് ബസ് സ്റ്റാൻഡ്. അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി വെള്ളറോഡ റോഡിലേക്കാണ് പോണത്. അപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റി ഇല്ല, ഇവിടെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വരെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഭാവിയിൽ ഇത് മുനിസിപ്പാലിറ്റി ആയിട്ട് മാറും. അതിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ജില്ല സ്ഥാപിക്കുന്നതിന് വേണ്ടിയൊക്കെ ഇവിടുന്ന് പ്രശ്നങ്ങൾ ചെല്ലുന്നുണ്ട്. അപ്പോൾ അത് നെടുമങ്ങാട്, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല ഇതെല്ലാം കൂടെ ചേർത്ത് പുതിയൊരു ജില്ല സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ഇതുണ്ട്. അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒരു ഡീവിയേഷൻ വരും. അപ്പം അന്നേരം ഇവിടെ നല്ലൊരു ബസ് സ്റ്റാൻഡൊക്കെ വരും. ഇതിൻ്റെ കരമന കളിക്കാവിള റോഡ് വികസനം വരുന്നതോട് അനുബന്ധിച്ച് ചിലപ്പോൾ പാറശാലയിൽ ഒരു ബസ് സ്റ്റാൻഡൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഏതായാലും ബസ് സ്റ്റാൻഡോ പാറശാലക്കൊരു ഗ്യാരേജോ ഒന്നുമില്ല. ഏതായാലും നമുക്ക് ഇവിടെ പഞ്ചായത്തുണ്ട്. പഞ്ചായത്തിൻ്റെ ഇവിടെ കാര്യാലയങ്ങളെല്ലാം ഈ വെള്ളറോഡ റോഡിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പഞ്ചായത്തും
അതുമായിട്ട് ബന്ധപ്പെട്ട കൃഷിഭവൻ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം ഇവിടെയാണുള്ളത്. ഈ ഇടതും വലതുമായിട്ടാണ് കൂടും ഇടത് സൈഡിലാണ് ഈ കാണുന്ന ഓഡിറ്റോറിയം ഉണ്ട്. ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ്, അതിനോട് സമീപത്താണ് ഈ പഞ്ചായത്ത് കാര്യാലയം. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഇവിടെ അതിന് ഓപ്പോസിറ്റായിട്ട് പഞ്ചായത്തിന് ഓപ്പോസിറ്റായിട്ട് പാറശാല പബ്ലിക് മാർക്കറ്റുണ്ട്. നമുക്കതൊന്ന് പാറശാല പുത്തൻകട പാറശാല ഗ്രാമപഞ്ചായത്ത് പബ്ലിക് മാർക്കറ്റാണ്. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. പബ്ലിക് മാർക്കറ്റാണ് കാണുന്നത്. പച്ചക്കറികളും മീൻ ചന്തയും എല്ലാം ഉണ്ട്. നല്ല കൊയ്യാള എല്ലാ ഐറ്റംസൊക്കെ ഉണ്ട്. വീഡിയോ എടുത്തോട്ടെ, കുഴപ്പമില്ലല്ലോ. നമ്മൾ ദൂരെ നിന്ന് വരണത്. ചാള എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതൊരു ചാനൽ ഇതൊരു ട്രാവൽ ബ്ലോഗ് ടോക്കോമാൻ ചാനൽ. അല്ലേ ഇത് എന്ത് മീനെണ്ണ? അടിപൊളി നെല്ലിയും ചൂരയൊക്കെ ഉണ്ട്. അണ്ണന്റെ പേരെന്ത്? സഹായം വർഗീസ് അണ്ണന്റെ അടുത്ത് വലിയ ചൂരയൊക്കെ ഇരിക്കുന്നുണ്ട്. ചൂരയൊക്കെ ഇരിക്കുന്നു. നമ്മുടെ സഹായം അണ്ണന്റെ ചൂരയാണ്. കേരച്ചൂര നിമ്മിച്ചൂര കൈമുട്ടുവേന കാൽമുട്ടുവേന എല്ലാം മാറി കിട്ടും. ചൂര കഴിച്ചാൽ രോഗവും മാറി കിട്ടും. ചൂര കഴിച്ചാൽ കാൽമുട്ട് വേദന കൈമുട്ട് വേദനയൊക്കെ മാറി കിട്ടും. ഗ്യാരണ്ടിയുള്ള ചൂരയാണ്. ഫ്രഷ് ഐറ്റംസ്. മച്ചിമാരും ഒക്കെ ഉണ്ട്. കഴിയാളാ. ഇത് ഒരു മോതിരം കിട്ടി. വെള്ളി മോതിരം കിട്ടി. വലിയ ചൂരക്കകത്ത് മോതിരം. അന്ന് മോതിരം. അങ്ങനെ വലിയ വലിയ മീൻ ഐറ്റംസുകളൊക്കെ ഉണ്ട്. നല്ല ഫ്രഷ് മീനാണ്. എല്ലാം ഫ്രഷ് മീനാണ്. ഇതാണ് 100 രൂപ പീസ് വെള്ളച്ചൂര നെമ്മീച്ചൂര. ഇതാണ് ഒറിജിനൽ സാധനം. കാൽമുട്ടുവേന കൈമുട്ടുവേന എല്ലാം മാറി കിട്ടും. ഒറിജിനൽ സാധനം നെമ്മീച്ചൂര വെറും 100 രൂപ വെള്ളച്ചൂര. അണ്ണന്മാരൊക്കെ നല്ല ഉത്സാഹത്തോടെയാണ് മീൻ കച്ചവടം നടത്തുന്നത്. നമുക്ക് ഇതിൻ്റെ അടുത്തുനിന്ന് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം. പിന്നെ ഒക്കെ മലക്കറി കച്ചവടമൊക്കെ പൊടിയായിട്ട് മലക്കറി കച്ചവടമൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഇതിനകത്ത് തന്നെ മാർക്കറ്റിനകത്ത് തന്നെ കൊല്ലപ്പണികളും ആലയെല്ലാം ഉണ്ട്. മാർക്കറ്റിനകത്ത് തന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ചാനലാണ്. അപ്പോൾ അതൊക്കെ അണ്ണനെ കണ്ടപ്പോൾ നിങ്ങൾ വന്നത്. ഇവിടെ സ്ഥിരമായിട്ടുണ്ട്. എല്ലാ ദിവസവും കാണും അല്ലേ? ഓർഡർ അനുസരിച്ചും ചെയ്ത് കൊടുക്കും അല്ലേ? ഇത് ഈ ചെറുതിന് എന്ത് വില? ഇത് 650. നല്ല മൂർച്ചയുള്ള കത്തിയാണ്. ഇവിടെ അമ്മച്ചിമാരൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ചെറിയൊരു കോവയ്ക്ക, നല്ല അടിപൊളി കോവയ്ക്കായിട്ടൊക്കെ അമ്മച്ചിമാരിരിക്കുന്നത്. അമ്മച്ചി ഒരു പങ്ക് എത്ര അമ്മച്ചി? അത് ഉണ്ട്. അതെ അമ്മച്ചി നല്ല കോവയ്ക്കാണ് തരണത്. ഞാൻ 2 എടുക്കത്തുള്ളൂ കേട്ടോ. 2 കോവയ്ക്ക നല്ല ഫ്രഷ് സാധനമാണ് അമ്മച്ചി പറയുന്നത്. ഞാൻ കഴുകാതെ പോലും കഴിക്കുവാണ്. കൈനീട്ടം കിട്ടിയാ? എന്നാലും ഇരിക്കട്ടെ. എണ്ണുന്നില്ല. ഇത് ചില്ലറ ഓയിൻസേ ഉള്ളൂ. കോവയ്ക്ക ഫ്രീ ആയിട്ട് തന്നു അമ്മ.
ഒരു മാങ്ങ ഫ്രീ ആയിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചോ സമ്മതിക്കില്ലല്ലേ? നേരത്തേ ഉള്ളു. അപ്പൊ ഐശ്വര്യമായിട്ട് കൈനീട്ടം കൊടുക്കണ്ടേ? അതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയപ്പോൾ ₹1 കൊടുത്തതാണ്, ₹2 കൊടുത്തതാണ്. കൈ കിട്ടിയ കോയിൻസ് ആണ് കൊടുത്തത്. ഇത് തീരാറായോ? 12 ഒരുപാട് നേരമായാ? എത്ര മണിക്ക് ചന്ത എത്ര മണിക്ക് തുടങ്ങും? 10 മണിക്ക് തുടങ്ങും. അപ്പൊ എന്റെ മാങ്ങ ഫ്രീ ആയിട്ട് കിട്ടുന്ന മാങ്ങയാണ് ഇല്ലാതാക്കിയത്. ഇവിടെ നെല്ലിക്ക കച്ചവടം എല്ലാം ഉണ്ട്. ഇവിടെ മരച്ചീനുണ്ട്, സിലോൺ കപ്പേ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. നല്ല ചീരയുണ്ട്, പ്ലാത്താങ്കര ചീര, നല്ല റെഡ് കളർ ഇരിക്കണം. എല്ലാ ഐറ്റംസും ഉണ്ട്. രാവിലത്തെ ഒരു 3 ദോശ കഴിച്ചു. അതിൻ്റെ കൂടെ 2 കോവയ്ക്ക അവിടെ തിന്നാം. പിന്നെ കുക്കുംബർ ഉണ്ടായിരുന്നു, മറന്നുപോയി. മുട്ട എല്ലാം ഉണ്ട്, തക്കാളി, മുട്ട, എല്ലാ ഐറ്റംസും ഉണ്ട്. തന്നെ വിളിച്ച നമുക്ക് അമ്മച്ചിയായിട്ട് തോന്നില്ല. കോളേജ് കുമാരി, പണ്ടത്തെ കോളേജ് കുമാരിയില്ലേ, സാരിയൊക്കെ എടുത്ത്. നിങ്ങളിപ്പോ ഉച്ചയാകുമ്പോ നിങ്ങളുടെ കച്ചവടം തരും അല്ലേ? എന്താ മരച്ചീനി അല്ലേ? എന്ത് മധുരക്കിഴങ്ങ് അല്ലേ? മധുരക്കിഴങ്ങുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം എൻ്റെ പാറശാല മാർക്കറ്റിലെ മീൻ മാർക്കറ്റും മലക്കറി മാർക്കറ്റും പച്ചക്കറി മാർക്കറ്റും എല്ലാം കൂടെ ചേർന്ന് എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസും കുറച്ചേ ഉണ്ട്. 10 മണിക്ക് തുടങ്ങും. 10 മണിക്ക് തുടങ്ങി 1 മണി 1:30 ആകുമ്പോൾ അത് ക്ലോസ് ആകും. എല്ലാം നല്ല ഊർജ്ജസ്വലതയോടെയുള്ള കച്ചവടമാണ്. 2-3 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം കച്ചവടം പൂർത്തിയാകും. നമ്മൾ അണ്ണം വിളിക്കുന്നത് കച്ചവടം പൂർത്തിയാകും. നമുക്ക് അത് കഴിയുമ്പോഴേക്കും പൂട്ടിക്കെട്ടിപ്പോകും. എന്താ കൊയ്യാളാകുമ്പോൾ നല്ല ഫ്രഷ്. അന്നിന്റെ പേരെന്ത്? ഷിബു. നമ്മ ഷൂ എണ്ണം വിളിച്ച് സാധനം എടുപ്പിക്കുകയാണ് കേട്ടോ. വിളിച്ചെടുപ്പിക്കുകയാണ്. ഏതായാലും ഇവിടെ വാങ്ങാം. പാറശാല മാർക്കറ്റ് നമ്മൾ കണ്ട് നമുക്കിവിടുന്ന് ഇനി പാറശാല പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തും എല്ലാം നമുക്കൊന്ന് കാണണം. നമുക്കിവിടുന്ന് പെരുപാടാകാം. അവരില്ലേ നമ്മൾ ഓടിക്കും. 1 മണിയാകുമ്പോൾ ഓടിക്കും ഇവിടുന്ന് എല്ലാവരും. എല്ലാം ഇത് അടച്ച് പൂട്ടിക്കെട്ടും. 12-1 മണി വരെ ഉള്ളു. രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകിട്ട് രാവിലെ 10 മണിക്ക് തുടങ്ങിയാൽ ഉച്ചയ്ക്ക് 1 മണി 1:30 മണിയാകുമ്പോഴേക്കും ചന്ത പൂട്ടിക്കെട്ടും. അതിനുള്ള കച്ചവടമാണ്, ഉച്ചവരെയുള്ള കച്ചവടമാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് നമുക്ക് നേരെ ഇതാണ് ഇവിടെ പഞ്ചായത്ത് ഓഫീസ്. കല്യാണ മണ്ഡപത്തിനടുത്താണ് പുതിയതായിട്ട് പഞ്ചായത്ത് ഓഫീസൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. കൃഷിഭവനിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കൃഷിഭവനിലൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ ഫയർഫോഴ്സും എല്ലാമായിട്ട് ഉണ്ട്. അപ്പം നമുക്ക് ഫയർഫോഴ്സിൻ്റെ വാഹനം തടയാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്കിവിടെ ഇച്ചിരി മാറ്റി വയ്ക്കാം. എല്ലാവരും ഉണ്ടായി. ഇപ്പം ഇവിടെ ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത്? CPI അത് CPM ആണ്. അവരുടെ സമ്മേളനം നടക്കണല്ലേ അവിടെ? അപ്പോൾ നമ്മൾ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇത് ടോക്കോമൻ. അപ്പോൾ പാറശാലക്കാരെ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചൊക്കെ ഇറങ്ങിയതാണ്. കൃഷിഭവൻ തുറന്ന. അപ്പോൾ അടുത്ത് തന്നെ ഗ്രാമപഞ്ചായത്തും ഉണ്ട്, പിന്നെ കൃഷിഭവൻ ഉണ്ട്. പിന്നെ അഗ്നിശമന സേന അതുകൊണ്ട് ഇവിടെ. പാറശാലക്ക് ഇല്ലാത്തത് ബസ് സ്റ്റാൻഡാണല്ലേ? കാരേജ് ബസ് സ്റ്റാൻഡ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കരമന കളിക്കാനുള്ള റോഡ് വികസനം വരുമ്പോഴെങ്കിലും വരുമായിരിക്കും അല്ലേ? അത് കളിക്കവളയല്ലേ? അല്ല പിന്നെ ആണ്.
പണി തുടങ്ങി അങ്ങനെ കിടക്കുന്നുണ്ട് ചെറിയ വലിയ ബസ് സ്റ്റാൻഡ് തന്നെ. പാവപ്പെട്ട ഒരു സെന്റ് നിലം നികത്താണെങ്കിൽ അതിന് കൊടിയെ പിടിച്ചോണ്ട് വരും. ആ ഈ സർക്കാരിന്റെ ഇതാകുമ്പോഴത്തെ അവർക്ക് നികത്തുകയും ചെയ്യാൻ ഇടിക്കുകയും ചെയ്യും. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സർക്കാർ നമുക്ക് പൊതു ആവശ്യമല്ലേ, പൊതുജനത്തിന്റെ ആവശ്യമല്ലേ. സ്കൂളിന്റെ മതിലുകൾ ഇടിക്കുകയും ചെയ്യാം, വയൽ നികത്തുകയും ചെയ്യും. അതേ സമയത്ത് പാവപ്പെട്ടവന് ഒരു 10 സെന്റ് സ്ഥലം നികത്തി വീട് വയ്ക്കണം. 10 സെന്റ് സ്ഥലം നികത്താം. 10 സെന്റ് സ്ഥലം നികത്താം. അവരിപ്പോ ബസ് സ്റ്റാൻഡിൽ വേറെ സ്ഥലമുണ്ടല്ലോ. അല്ലല്ല, 10 പാവപ്പെട്ടവന് 10 സെന്റ് നികത്താം. അതിന് മേൽപ്പെട്ട് നികത്താൻ പോലെ അല്ലേ, അനധികൃതമായിട്ടായിരുന്നു അങ്ങനെ നിയമമുണ്ട്. അപ്പോൾ നമ്മൾ പൊതു ആവശ്യമല്ലേ, ബസ് സ്റ്റാൻഡിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ഞാൻ തന്നെ വന്നിട്ട് ഇവിടെ ബസ് സ്റ്റാൻഡില്ല, കാരണം ഒരു വെയിറ്റിംഗ് ഷെഡ് മാത്രമാണല്ലോ പാറശാല. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് വലിയ കളിക്കവളയ്ക്ക് വലിയ ബസ് സ്റ്റാൻഡല്ലേ ഉള്ളത്. അപ്പോൾ അതിനേക്കാളും മികച്ചൊരു ബസ് സ്റ്റാൻഡ് നമുക്ക് ആവശ്യമാണ്. അവിടെ ഇത് നിർമ്മാണം നടക്കുകയല്ലേ, പുനർനിർമ്മാണം പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അത് അടച്ചിരിക്കുന്നത്. വീടിന്റെ മധ്യ കൊണ്ടത് ഇവന്റെ ഉമ്മനാടി കാലത്താണ് കൊണ്ടത് കല്ലിട്ടത് വയലിൽ ശരിയാക്കിയത്. ഇവർ സമ്മതിക്കില്ല. സമരവും പിടിച്ച് കടലിനത് കൊടിയും കാണിച്ച് ചെയ്യാക്കില്ല. ഇപ്പൊ അവന്മാര് ഇപ്പൊ അവന്മാര് പേര് നിങ്ങൾ ഇങ്ങനെ അഭിപ്രായമുള്ളൊരു വിരൽത്തുമ്പിൽ അത് കാണിച്ചില്ലല്ലേ. വിരൽത്തുമ്പിൽ കാണിച്ചാലല്ലേ ഭരണം മാറ്റം ഉണ്ടാകത്തുള്ളൂ. അത് ചെയ്യില്ല. അത് ആദ്യം കൊണ്ട് ചാല് നിങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്, പാറശാലക്കാരൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ആ അപ്പോൾ ചെറിയൊരു ചാനലാണ്. ഒരു പ്രശ്നമില്ല, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടങ്ങ് പോകാമെന്ന് കരുതി. എന്തിൻ്റെ തുടക്കവും ഒടുക്കവും ഇവിടെയാണല്ലോ, പാറശാലയല്ലേ എന്തിൻ്റെ തുടക്കവും ഒടുക്കവും. അപ്പം അങ്ങനെ ഒരു ചാനലാണ് നമ്മളങ്ങനെ വന്നത്. നമുക്ക് ഇവിടെ നിന്ന് കൃഷിഭവനിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കണം. ഉണ്ട്.